ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യയാണെങ്കിൽ മൂത്തേസ് ജ്വല്ലറിയുടെ എതിരാളികളായ AM ജ്വല്ലേഴ്സിൻ്റെ കമ്പനിയിലെ പരസ്യത്തിൽ അഭിനയിക്കുകയാണ്. അങ്ങനെ ഇത് അനന്തപുരിയിലുള്ള എല്ലാവരും തന്നെ കാണുന്നുണ്ട്. ഇത് കണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും തന്നെ സങ്കടമാവുന്നുണ്ട്. മുത്തശ്ശൻ നവ്യയെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നവ്യയാണെങ്കിൽ വളരെ വാശിയോടുകൂടി തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് ജ്വല്ലറിയിലെ പരസ്യത്തിന് അഭിനയിക്കാൻ പോയത്. അത് മൂത്തേസ് ജ്വല്ലറിയുടെ എതിരാളികളാണോ അല്ലയോ എന്നൊന്നും നോക്കാൻ ഞാൻ നിന്നില്ല. എനിക്ക് നല്ല ശമ്പളം കിട്ടി, അതുകൊണ്ട് ഞാൻ അതിനകത്ത് അഭിനയിച്ചു. അല്ലാതെ എന്താണെന്നോ ഏതാണെന്നോ ഒന്നും അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്കിഷ്ടപ്പെട്ട പ്രൊഫഷൻ മോഡലിംഗ് ആണ്. അതുകൊണ്ട് ഇനിയും അത് തുടരാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ ജോലിയുണ്ട്. എന്തിന്, എൻ്റെ അനിയത്തിയായ നയനയ്ക്ക് പോലും ജോലിയുണ്ട്. അവളിപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഡിസൈനർ അല്ലേ. അതുപോലെ എനിക്കും വേണം ജോലി. എനിക്കറിയാവുന്ന ജോലി ഇതാണ്. അതുകൊണ്ട് ഞാനിത് ചെയ്യുകയും ചെയ്യും. അത് മാത്രമല്ല, എൻ്റെ ഭർത്താവിന് ഈ കമ്പനിയിലുണ്ടായിരുന്ന ഒരു ജോലിയാണ്. അതുപോലും നിങ്ങളിപ്പോൾ വേണ്ടാന്ന് വെച്ചു, അവിടെ നിന്ന് പിരിച്ചുവിട്ടു. ഞങ്ങൾക്കും ജീവിക്കണ്ടേ? മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതെ ഞങ്ങൾക്കും ജീവിക്കണം. അതിനുവേണ്ടി എനിക്ക് ഒരു ജോലി ആവശ്യമാണ്. എനിക്കറിയാവുന്ന പ്രൊഫഷൻ ഇതായതുകൊണ്ട് തന്നെ ഞാൻ ഈ മോഡലിംഗ് ചെയ്യുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനകിയാണെങ്കിലും ചോദിക്കുന്നുണ്ട്, നവ്യ, നിനക്ക് അതിന് മാത്രം പ്രശ്നം ഇവിടെയുണ്ടോ? അതിന് മാത്രം എന്ത് പ്രശ്നമാണ് നിനക്കിവിടെ ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എനിക്കെന്തായാലും സ്വന്തമായിട്ടൊരു ജോലി വേണം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വേണം. ഇപ്പോൾ എൻ്റെ ഭർത്താവിന് ജോലി ഇല്ലാത്തടത്തോളം കാലം ഞാൻ ജോലി ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? പിന്നെ ഈ ജ്വല്ലറിയുടെ പരസ്യത്തിന് എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഭർത്താവിനോട് കാര്യങ്ങളൊക്കെ പറയുകയും എല്ലാം ചെയ്തിരുന്നു. അദ്ദേഹം എനിക്ക് സമ്മതം തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് അഭിനയിച്ചത്. എനിക്ക് അബിയുടെ സമ്മതം മാത്രം മതി, വേറെ ആരുടെ സമ്മതത്തിൻ്റെ ആവശ്യവുമില്ല. എൻ്റെ ആവശ്യങ്ങളൊന്നും നിങ്ങളാരും നിറവേറ്റി തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എൻ്റെ ഭർത്താവ് ജയിലിൽ പോകാൻ നേരം ഞാൻ നിങ്ങളുടെ എല്ലാവരും കാല് പിടിച്ചതല്ലേ അവനെ ഒന്ന് വെളിയിൽ കൊണ്ടുവരാൻ. നിങ്ങളാരും കേട്ട ഭാവം പോലും നടിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം എനിക്ക് നിങ്ങളെ ആരും അനുസരിക്കേണ്ട ഒരാവശ്യവുമില്ല. എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞ് നവ്യ ദേഷ്യത്തോടെ അവിടെ നിന്ന് കയറി പോവുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശന് ആകപ്പാട് ദേഷ്യം കലിയൊക്കെ വരുന്നുണ്ട്. മുത്തശ്ശൻ അബിയോട് പറയുന്നുണ്ട്, അബി, നീ നിന്റെ ഭാര്യയെ മുൻനിർത്തി കളിക്കുകയാണല്ലേ. ഇത് നിന്റെ നാശത്തിലേക്കാണെന്ന് നീ ഓർത്തു. നവ്യ, സത്യങ്ങളൊക്കെ അറിയുന്നത് വരെ ഉള്ളൂ നിന്റെ ഈ കളികൾ. അത് നീ ഓർത്തോ എന്നിങ്ങനെ മുത്തശ്ശൻ അബിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അബിക്കും ആകെ ടെൻഷനാകുന്നുണ്ട്. എന്നാലും അബി നവ്യയിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ നവ്യെ, ഇവിടെയുള്ളവരെല്ലാം എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറയുക നിന്നെ ഞാൻ പറഞ്ഞ് അടക്കി നിർത്തണമെന്ന്. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ നമ്മളെ 3 പേരെ ഇവർ പറഞ്ഞു വിടുമെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അവർ പറയുക ചന്തുമോളുടെ അച്ഛൻ ഞാനാണെന്ന് നിന്നോട് പറയുമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നീ അത് വിശ്വസിക്കുമോ നവ്യെ? എൻ്റെ അബി, ഇനി ആരെ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ നിന്നെ വിശ്വസിക്കത്തില്ല. പിന്നെ ചന്തുമോള് ആണ് ആദർശിൻ്റെ മകളാണെന്നുള്ള വിവരം ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ അറിയാം. അതുപോലെ എനിക്കും അറിയാം. നീ അവരെ എന്തൊക്കെ മാറ്റി പറഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. എന്തായാലും ഞാനിനി എൻ്റെ ഈ മോഡലിംഗ് രംഗത്ത് തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനി ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയാലും വിഷമമുണ്ടാക്കിയാലും എനിക്കൊരു പ്രശ്നവുമില്ല. പിന്നെ എൻ്റെ നിലപാടുകൾക്കനുസരിച്ചായിരിക്കും ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിനി ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, അങ്ങനെ ആയിരിക്കത്തുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ അബിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ജലജ അബിയുടെ അരികിലേക്ക് വന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട്, എന്താ അബി, എന്താ നവ്യ, അവൾ എന്തായി പറഞ്ഞത്? എന്തായാലും നവ്യ നീ പിടക്കരുത്. അവൾ നമുക്ക് കിട്ടിയൊരു ബോംബാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൾ പൊട്ടിത്തെറിക്കട്ടെ. അതോടുകൂടി ഈ വീട്ടിൽ ഉള്ള സമാധാനങ്ങൾ പൊക്കോളും. അതുകൊണ്ട് നീ ഓരോന്നും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ അതുപോലെ പിണക്കോ ഒന്നും ചെയ്തേക്കരുത്. അതിന് ഞാൻ എന്തിനാ അമ്മ ഇങ്ങനെ അവളെ വിഷമിപ്പിക്കുന്നേ? അതിന് ഞാൻ എന്തിനാ അവളെ പിണക്കുന്നത്? അവളിപ്പോൾ എല്ലാത്തിനും നമ്മുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അത് മതി എന്നിങ്ങനെ അബി പറയുന്നുണ്ട്. ഇവളാണ് നമ്മുടെ തോർപ്പിച്ചിട്ട്, ഇവളെ കൊണ്ട് തന്നെ നമുക്ക് ഈ വീട്ടിലുള്ള എല്ലാം തന്നെ നേടിയെടുക്കണം എന്നിങ്ങനെ പറഞ്ഞ് 2 പേരും കൂടെ പരസ്പരം ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ സംഭവത്തിനൊക്കെ ശേഷം നവ്യയാണെങ്കിൽ അനഘയുടെ വീട്ടിൽ ചെന്ന് അനഘയെ കാണുന്നുണ്ട്. അനഘയുടെ കിടപ്പൊക്കെ കാണുമ്പോൾ നവ്യയ്ക്കും ഒരുപാട് സങ്കടമാകുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, നിന്റെ ഈ കിടപ്പ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട്. ഒരുപാട് നാളായി നിന്നെ കാണാൻ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇന്നാണ് അതിന് അവസരം കിട്ടിയത്. നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ആദർശാണ്. പലപ്പോഴും എനിക്ക് നിന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. നീ കാരണം എൻ്റെ അനിയത്തിയുടെ ജീവിതം തന്നെ ഇല്ലാതായെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ചിന്തിച്ചു, നിന്നോട് ഞാൻ എന്തിനാണ് വെറുപ്പ് കാണിക്കുന്നത്? നിന്നെ ചതിച്ചത് അയാളല്ലേ. അയാളോട് വേണ്ടേ ഞാൻ എൻ്റെ വെറുപ്പ് കാണിക്കാൻ? നിന്നെ ചതിച്ചിട്ടല്ലേ അയാൾ എൻ്റെ അനിയത്തി വിവാഹം കഴിച്ചത്. നിനക്കൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം പോലും അയാൾ ചിന്തിച്ചില്ല. എന്തായാലും നീ ഇവിടെ ജീവിക്കേണ്ട ആളെയല്ല.
ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും അനഘയുടെ കണ്ണ് നിറയുന്നുണ്ട്. അനഘ എന്തൊക്കെ പറയാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ശബ്ദമൊന്നും തന്നെ പുറത്തേക്ക് വരുന്നില്ല. ഇത് കാണുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എനിക്ക് നിന്റെ അവസ്ഥ കണ്ടിട്ട് മനസ്സിലാവും. എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ബലമായ സംശയം നിന്നെ കൊല്ലാൻ നോക്കിയത് പോലും അയാളാണോ എന്നാണ്. നീ ജീവനോട്ടിരുന്നാൽ മാത്രമേ സത്യങ്ങളൊക്കെ പുറത്തു വരുള്ളൂ എന്ന് അയാൾക്കറിയാം. അതുകൊണ്ടാണ് അയാൾ നിന്നെ കൊല്ലാൻ നോക്കിയത്. എന്തായാലും നീ ഇനി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട ആളെയല്ല. നീ ഇനി അനന്തപുരിയിൽ താമസിച്ചാൽ മതി. നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇനി മുതൽ നീ അനന്തപുരിയിൽ ജീവിച്ചാൽ മതി. അവിടെയാവുമ്പോൾ നിന്റെ മകള് ചന്തുമോളും ഉണ്ടല്ലോ. അവളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ പകുതി അസുഖങ്ങളും മാറിക്കിട്ടും. അതുമാത്രമല്ല, നീ അവിടെ ഉള്ളതാണ് ആദർശിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ. ദിവസവും നിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് തന്നെ അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ അനന്തപുരിയിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ നവ്യ അനഘയും കൊണ്ട് അനന്തപുരിയിലേക്ക് എത്തുകയാണ്. ഇത് കണ്ട് ദേവേനി ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് നവ്യ കാണിച്ചു കൂട്ടുന്നത്? അനങ്കി മോളെ ഞങ്ങൾ അവിടെ വീടെടുത്ത് താമസിച്ചിരുന്നല്ലേ, പിന്നെന്തിനാണ് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഇത് കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശൻ ദേഷ്യത്തോടു കൂടി തന്നെ നവിയോട് പറയുന്നുണ്ട്, നീ എന്തിനാ നവി നിന്റെ തന്നിഷ്ടം കാണിക്കുന്നത്? നല്ലൊരു വീടൊക്കെ എടുത്ത് ഞാൻ അനഘയെ അവിടെ സുരക്ഷിതമായി താമസിപ്പിച്ചിരുന്നതല്ലേ, പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? ഇതിൻ്റെ വല്ല ആവശ്യം നിനക്കുണ്ടായിരുന്നോ? നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളോടൊക്കെ ഒന്ന് ആലോചിക്കേണ്ടായിരുന്നോ? ഇത് കേൾക്കുമ്പോൾ നവി അവരോട് പറയുന്നുണ്ട്, എനിക്കെന്തായാലും അനഘനെ അവിടെ ഒറ്റയ്ക്ക് എടുത്താൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. ഇവിടെ ആവുമ്പോൾ എല്ലാവരും തന്നെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇനിയും ഇവളെ കൊല്ലാൻ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചാലോ? അതിനുവേണ്ടി ശ്രമിക്കുന്നവർ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഇവിടെ ആവുമ്പോൾ എല്ലാവരുടെയും ഒരു കണ്ണുണ്ടാവും അനഘയുടെ മേൽ. അതൊക്കെ കൊണ്ടാണ് ഞാൻ അനഘയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കൊണ്ടുവന്ന് പോയില്ലേ, അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ താമസിക്കട്ടെ എന്നിങ്ങനെ നവ്യ പറയാണ്. ഈ സമയത്താണ് നയന അങ്ങോട്ടേക്ക് വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നയനയും ദേഷ്യത്തോടു കൂടി തന്നെ ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എന്താ വാട്ട് പിടിച്ചോ? എന്തൊക്കെയാ ചേച്ചി കാണിച്ചു കൂട്ടുന്നത്? ഇതിൻ്റെ വല്ല ആവശ്യവും ചേച്ചിക്കുണ്ടായിരുന്നോ? അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, അതെന്താ നിനക്കിതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലേ? ഓ, എങ്ങനെ ഇഷ്ടപ്പെടുമല്ലേ? ഇനിയിപ്പോൾ നിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം അങ്ങോട്ട് പോവുമല്ലോ. എന്തായാലും ഞാനിതങ്ങ് ചെയ്തു. ഇനി ഇത് തിരുത്താനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം നയന പറയുന്നുണ്ട്, ചേച്ചി ഇത് ചെയ്യുന്നതിനൊക്കെ ഒരു നാൾ ദുഃഖിക്കേണ്ടി വരും. അങ്ങനെ നയന ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് കനകയും ഗോവിന്ദനെ അറിയിക്കുന്നുണ്ട്. ഇത് കേട്ട് അവർക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. കനക ചോദിക്കുന്നുണ്ട്, ഇവയ്ക്കിത് എന്തിൻ്റെ കേടാണ്? അവളുടെ ജീവിതം തന്നെ അവൾ നശിപ്പിക്കുകയാണല്ലോ ദൈവമേ. അങ്ങനെ കനക നവ്യെ ഫോൺ ചെയ്യുന്നുണ്ട്. നവ്യയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയ നവ്യെ? നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? കനക എവിടെ വളരെ സുരക്ഷിതമായിട്ട് നല്ലൊരു വീടൊക്കെ എടുത്ത് താമസിപ്പിച്ചിരുന്നല്ലേ. എന്നിട്ട് നീ എന്തിനാ കനകനെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്? എന്നൊക്കെ കനക ചോദിക്കുമ്പോഴത്തേനും നവ്യ പറയുന്നുണ്ട്, അനഘ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നി, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. അനഘയുടെ മുഖം ഇവിടെയുള്ള പലരും കാണുമ്പോൾ അയാൾക്കൊക്കെ ഒത്തിരി വിഷമമാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ കനക പറയുന്നുണ്ട്, അത് ശരിയാ നീ പറഞ്ഞത്. കനകനെ അവിടെ കൊണ്ടുവന്നത് കൊണ്ട് അവളുടെ മുഖം കാണുമ്പോൾ അവിടെയുള്ള ചിലർക്കൊക്കെ ഒരുപാട് വിഷമം ഉണ്ടാവും. പക്ഷേ അത് നീ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കില്ല ആ വിഷമം ഉണ്ടാകുന്നത്. ഇനി നിന്നോട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി എന്തായാലും വരുന്നിടത്ത് വെച്ച് അനുഭവിക്കാം, അത്ര തന്നെ എന്നും പറഞ്ഞ് കനക ദേഷ്യത്തോടു കൂടി തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നവ്യയും ഇതെല്ലാം കേട്ട് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഈ സമയത്താണ് അബി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നവ്യ വളരെ സന്തോഷത്തോടു കൂടി അബിയോട് പറയുന്നുണ്ട്, ഡാ അബി, ഞാൻ ആ അനഘേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കേട്ടതും അബി ആകെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അബി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ നവ്യ അങ്ങനെയൊക്കെ ചെയ്തത്? എന്തിനാ അനഘേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അനഘയ്ക്കാണെങ്കിൽ മുത്തശ്ശൻ നല്ലൊരു സംരക്ഷണമൊക്കെ ഒരുക്കി അവിടെ താമസിപ്പിച്ചിരുന്നല്ലേ, പിന്നെ എന്തിനാണ് നീ അനഘേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നിങ്ങനെ അബി ചോദിക്കുകയാണ്. അബിയൊക്കെ ആകെ ടെൻഷനും ആവുന്നുണ്ട്. അപ്പം നവ്യ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യം ഉണ്ട് അബി. ആദർശ് ആ അനഘേനെ കണ്ടു തന്നെ ജീവിക്കട്ടെ. അതിന് ഏറ്റവും നല്ല മാർഗം അനഘ ഇവിടെ തന്നെ നിൽക്കുന്നതാണ്. എങ്കിൽ മാത്രമേ ആദർശന് അനഘയുടെ മുഖം കാണുമ്പോൾ അയാൾ ചെയ്ത തെറ്റിൻ്റെ വലിപ്പം എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ. അങ്ങനെ അനഘ ഇവിടെ ഉള്ളിടത്തോളം കാലം ആദർശന് നയനെ നല്ല രീതിയിൽ സ്നേഹിക്കാനും കഴിയില്ല. അങ്ങനെയാകുമ്പോൾ അതോടുകൂടി അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോളും. അവരുടെ മനസ്സമാധാനം തന്നെ ഇല്ലാതായിക്കോളും. എന്തായാലും എൻ്റെ ജീവിതത്തിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരല്ലേ, ഇനി അവരനുഭവിക്കട്ടെ. അല്ലാതെ അവരങ്ങനെ സൂചിച്ച് സന്തോഷത്തോടെ കഴിയേണ്ട എന്നിങ്ങനെ നവ്യ പറയാണ്. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ അബിക്കാണ് വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ നവ്യ പോയി ആദർശിൻ്റെ അരികെ ചെന്ന് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ആദ്യത്തെ ഭാര്യയല്ലേ, ചന്തുമോളുടെ അമ്മ അനഘ. അവളെ ഈ അനന്തപുരിയിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട്. അവളിനി ഇവിടെ തന്നെ താമസിക്കട്ടെ.
അതൊക്കെയല്ലേ നല്ലത്. എന്തായാലും നിങ്ങൾക്ക് അവരെ എപ്പോഴും കണ്ടുകൊണ്ട് ഇരിക്കാമല്ലോ എന്നിങ്ങനെ നവ്യ പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് ആദർശനെ. നീ നിനക്ക് തോന്നുന്നത് പോലൊക്കെ ചെയ്, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അവസാനം ഇത് നിന്റെ ജീവിതത്തിൽ തന്നെ തിരിഞ്ഞുകൊത്തും. അപ്പോഴേ നിനക്ക് എൻ്റെ ആഴം മനസ്സിലാവത്തുള്ളൂ. എന്തായാലും നീ തന്നെ നിന്റെ കുഴി തോണ്ടുന്നതിന് തുല്യമാ നവ്യ ഇത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നവ്യയ്ക്ക് ദേഷ്യം വന്നിട്ട് നവ്യ പറയുന്നുണ്ട്, അല്ലെങ്കിലും നിങ്ങൾക്ക് ഇതൊന്നും ഏൽക്കുകയല്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾ അത്രയ്ക്ക് നല്ല ആദർശവാനായ മനുഷ്യനല്ലേ എന്ന് എനിക്കറിയാം എന്നൊക്കെ ദേഷ്യത്തോട് പറയുന്നുണ്ട് നവ്യ. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നയന അങ്ങോട്ടേക്ക് വരുന്നത്. നയന പറയുന്നുണ്ട്, ചേച്ചിയുടെ കാര്യം ചേച്ചി നോക്ക്, അല്ലാതെ എൻ്റെ ഭർത്താവിനെ ഭരിപ്പിക്കാനോ ഒന്നും ചേച്ചി വരേണ്ട കാര്യമില്ല. ചേച്ചിക്ക് ഇവിടെ നടക്കുന്ന പല സത്യങ്ങളും അറിയില്ല. അതൊന്നും എനിക്ക് ചേച്ചിയോട് ബോധ്യപ്പെടുത്താനും ഇപ്പം ആവില്ല. അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്. അതൊന്നും എൻ്റെ ബലഹീനതയായിട്ട് ചേച്ചി കാണരുത് എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടു കൂടി നയന ഇങ്ങനെ പറയുകയാണ്. മിണ്ടാതെ ചേച്ചി ഇവിടുന്ന് പോകുന്നൊക്കെ നയന പറയുന്നുണ്ട്. ആ ആയിക്കോട്ടെ, എന്തായാലും ഞാൻ എൻ്റെ കാര്യം നോക്കി തന്നെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ആദർശാണെങ്കിൽ ജ്വല്ലറിയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് പഴയ പോലെ ആക്കിയെടുക്കാനും അതേപോലെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനം നടത്താനും ഒക്കെ ആയിട്ട് ഗൾഫിലേക്ക് കയറി പോവുകയാണ്. എന്നാൽ അഭിയാണെങ്കിൽ അവിടെയുള്ള തൻ്റെ ശത്രുവിനോട് വിളിച്ച് ആദർശ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്കതൊക്കെ അറിയാടോ, ആദർശനെ ഏത് സമയത്തും എൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. താനിതൊന്നും ഓർത്ത് ഒട്ടും ടെൻഷനാവേണ്ട കാര്യമില്ലടോ. ഞാൻ ആദർശിൻ്റെ ഉള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം. എന്തായാലും അവനിവിടെ കാലുകുത്തട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് അയാൾ. അങ്ങനെ ആദർശ് ദുബായിൽ ചെന്ന ഉടനെ അവിടെയുള്ള ഒരു ക്ലയൻറ്റിനെ കൊണ്ട് കള്ളക്കേസൊക്കെ കുടിപ്പിച്ച് ദുബായ് ജയിലിൽ അടയ്ക്കുന്നുണ്ട് ആദർശനെ. അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ദുബായ് ജയിലിൽ ആദർശ് അറസ്റ്റിലാവുകയാണ്.